ഏതാ ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അത് ഈ വെള്ളിയാഴ്ച മാത്രം എല്ലാ വെള്ളിയാഴ്ച എന്ത് ഞാനുള്ള അല്ല. ഇത് എന്തായാലും നല്ല സിനിമയായിട്ട് തന്നെയാണ്, എല്ലാവരും അഭിപ്രായം കിട്ടുന്ന നല്ല സിനിമയായിട്ട് തന്നെയാണ്. പറഞ്ഞ ഡീസൻറ്റ് വാച്ചാണ്, ക്വാളിറ്റിയുള്ള മൂവി തന്നെയാണ്. അതുകൊണ്ട് വീക്കെൻഡ് കൂടി മൂവിയാണല്ലോ, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സെക്കൻഡ് ഔട്ടിംഗ് ആണ്. അപ്പോൾ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂലാൻ രാവിലെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ത്രൂ, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് പ്രേം ആൻഡ് ശ്രയന്തിയാണ്. അവർ തമിഴിൽ സായയുടെ ഒരു മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല വിഷ്വൽസും പരിപാടികളൊക്കെയാണ്. ഗാർഗി എന്ന് പറഞ്ഞ സിനിമ സായിയുടെ അത് ചെയ്ത സിനിമാറ്റോഗ്രാഫേഴ്സാണ്. അവർ കപ്പിളാണ്, സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് ഒരു കപ്പിളാണ്. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം പൊളിയാണ്. തിയേറ്റർ വാച്ച് മസ്റ്റായിട്ടും ഇത് ചെയ്യുന്നൊരു മൂവി തന്നെയാണ്. നാട്ടിൽ ത്രില്ലർ അങ്ങനത്തെ സാധനം നമ്മളങ്ങനെ കണ്ടെത്തില്ല. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ഫണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു നാടൻ ത്രില്ലർ എന്ന് പറയാം. അങ്ങനെ ഞാനതിനെ വ്യത്യാസം നല്ല നടന്നല്ലേ, ആ ഒരു നല്ലൊരു സിനിമ വന്നു. ഞാൻ തന്നെ പല പടങ്ങൾ ഇറങ്ങുമ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ടല്ലോ 2.0 നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട് ഔട്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും പടം കാണാം. പടം കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? അടിപൊളി, കൊള്ളാം. കൊള്ളാം, താങ്ക് യു. പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആകുന്ന സിനിമകൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനുള്ളൊരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ നല്ല സിനിമകളും, ക്വാളിറ്റിയുള്ള സിനിമകൾ തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ വിജയിക്കട്ടെ എന്ന് തന്നെ പറയാൻ പറ്റും. നന്നായിട്ടുണ്ട്. ആ, ഈ ധ്യാൻ കൊള്ളാം. ഇങ്ങനത്തെ ധ്യാനാണ് വേണ്ടത്. ഇത് കൊള്ളാം, നൈസായിട്ട്. തീർച്ചയായിട്ടും ഇത് കൊള്ളാം. ധ്യാൻ നല്ല രസമായിട്ടുണ്ട്, നല്ല നൈസായിട്ട് കണ്ടിരിക്കാൻ അടിപൊളി തന്നെയാണ്. ഇഷ്ടപ്പെട്ടു, നല്ല പടം, ഇഷ്ടപ്പെട്ടു പടം. സാധാരണ ധ്യാൻ ചേട്ടൻ്റെ മൂവി അപേക്ഷിച്ച് ഇതെങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നിങ്ങളുടെ ഏജിലുള്ള പിള്ളേർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പടമാണോ? അത് മാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ട് വ്യത്യസ്തമായൊരു ധ്യാൻ ചേട്ടാണ് നമുക്കത് കാണാനുള്ളത്. ഇതുവരെ പുള്ളി ഒരു പടക്കം സ്റ്റാറായിരുന്നല്ലോ, അതല്ല, അതിൽ നിന്ന് മാറി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇടയ്ക്ക് പറയുകയും ചെയ്തു, ഈ പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിനെ എല്ലാവരും കൂടെ തൂക്കിക്കേണ്ടു. അത് പുള്ളിയുടെ സ്ഥിരം ടോക്കിങ്. പക്ഷേ ഈ പടം നിങ്ങൾ എല്ലാവരും കാണണം. പടം മേക്ക് ചെയ്തിരിക്കുകയാണ്. ആ മേക്കിങ്ങിനൊപ്പം തന്നെ അത് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയിലാണ്. പിന്നെ ഒരു ഡിറ്റക്റ്റീവ് ഒരു ഗ്രാമത്തിലെ കൊലപാതകം അന്വേഷിക്കുന്നതൊപ്പം തന്നെ വരുന്ന ഒരു പോലീസ് ഓഫീസറും കൂടെ വന്നിട്ട് ഇവർ തമ്മിലുള്ള ഒരു ഡ്യുവൽ കൂടെ അതിലേക്ക് വന്നപ്പോൾ ശരിക്കും കഥ ഭയങ്കര ഗ്രിപ്പിംഗ് ആയി. അത് നമുക്ക് ഒന്ന് പുറത്തേക്ക് മാറാനോ അല്ലെങ്കിൽ ഒന്ന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാനോ അങ്ങനെ നമ്മൾ സമ്മതിക്കാത്ത തരത്തിലുള്ള ഒരു അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നുള്ള രീതിയിലുള്ള എഴുത്തും പിന്നെ അതിനിടയിൽ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള കോമഡിയും വളരെ സ്വാഭാവികമായ പെർഫോമൻസ് എല്ലാം കൊണ്ടും മലയാളത്തിൽ അടുത്തത് ഇറങ്ങിയ ഒരു മികച്ച ഒരു സിനിമാനുഭവമായിട്ട് സിനിമയെ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആ മേക്കിംഗ് ലെവൽ കൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്നുള്ള പേര് എന്തായാലും ഈ സിനിമയ്ക്ക് കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഈ മേക്കിങ്ങും കൊണ്ട് ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഉജ്ജ്വലിനെ മാറ്റിയിട്ടുണ്ട്.